നമ്മളിന്ന് നത്തിങ് ട്വൈസ് എന്നുള്ള 9th സ്റ്റാൻഡേർഡിലൊരു പോയമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പുതിയ ടെക്സ്റ്റാണ്, പുതിയ തീംസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന പോയം യുണീക്നെസ് ഓഫ് എ ഡേ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഇന്നത്തെ ദിവസമല്ല നാളത്തെ ദിവസം അല്ലേ, ഓരോന്നും വ്യത്യസ്തമാണ്, ഒന്നും ഒന്നിൻ്റെയും പകരമല്ല. നമുക്കൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നാളേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്നൊരു തീമാണ് ഈ പോയത്തിനുള്ളത്. നമുക്ക് പോയത്തിലേക്ക് പോവാം. Nothing can ever happen twice. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. എന്താണ് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഈ പോയത്തിൻ്റെ തീമുണ്ട്. എന്താണ്? ദ യുണീക്നെസ് ഓഫ് ദി മൊമെൻറ്റ് അല്ലേ, ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ യുണീക്നെസ്. നത്തിങ് ക്യാൻ ഹാപ്പൻ ട്വൈസ്. ഏതൊരു കാര്യം നമുക്ക് 2 പ്രാവശ്യം സംഭവിക്കില്ല അല്ലേ. ഇന്ന് നടന്ന ഒരു അപകടം അത് നാളെ സംഭവിക്കില്ല. ഇന്ന് നടന്ന ഒരു തമാശ നാളെ അതേപോലെയല്ല നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഒരേപോലെ ട്വൈസ് 2 പ്രാവശ്യം നടക്കില്ല. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. എന്താണ് നമ്മളിവിടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ത് ചെയ്യാനാണ്? വി അറൈവ് ഹിയർ ടു ഇംപ്രവൈസ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള കാര്യത്തിനെ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യാനായിട്ട്, മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിൽ നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമായി അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ് അല്ലേ. നമ്മുടെ മുമ്പുള്ള തലമുറയേക്കാൾ ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ നയിക്കുന്നത്. പക്ഷേ ദ സോറി ഫാക്ട് ഇസ് ദാറ്റ്, പക്ഷേ അതിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഉള്ള കാര്യങ്ങൾ അതേപോലെ നമ്മൾ ജനിക്കുന്നു, മരിക്കുന്നു, അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെയുള്ള ഒരു ഇംപ്രവൈസേഷനും ഇല്ലാതെ നമ്മൾ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സിറ്റ് ചെയ്ത് പോകുന്നു. നമ്മൾക്ക് കിട്ടിയ ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു ഭാവിയിലേക്ക് നല്ല കാര്യത്തിനായി നമ്മൾ പ്രയോഗിക്കുന്നില്ല അല്ലേ. അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അവരൊക്കെയാണ് നമ്മൾ മഹാന്മാരെന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ ഇംപ്രവൈസ് ചെയ്ത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നവർ. പക്ഷെ ബാക്കി ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു? നാളേക്ക് മാറ്റി വെച്ച് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഈ ഭൂമിയിൽ നിന്നും മടങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം. ഓക്കെ, നമുക്കിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ, ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡെൻസ്, you can't repeat the class in summer. This course is only offered once. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വരുന്ന അതേ അർത്ഥം തന്നെയാണ് ഇതിനും വരുന്നത്. ഒരു കാര്യവും റിപ്പീറ്റ് ആവില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മളാണ് ഏറ്റവും വലിയ മണ്ടൻ എന്ന് വിചാരിച്ചിരിക്കുക. ആ സമയത്ത് നിങ്ങളാണ് അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങൾ ആ സമയത്ത് ശ്രമിക്കുകയാണ്. ഓക്കെ, ഞാൻ മണ്ടത്തരം കാണിച്ചല്ലോ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ ഒരു കാര്യവും നമുക്ക് 2 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡെൻസ്, അതായത് കിട്ടിയ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് പറഞ്ഞിരുന്നിട്ട് അവസാന നിമിഷത്തിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ കാര്യം ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതാണ് പറയുന്നത് യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ ആൻഡ് ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. നിങ്ങൾക്ക് ഒരു കോഴ്സ് ഒരു സമയത്ത് നമ്മളൊരു പഠിത്തവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ജൂൺ തൊട്ട് മാർച്ച് വരെയാണ് എന്ന് കരുതി ആ ക്ലാസ്സിൻ്റെ സമയത്ത് നിങ്ങളൊന്നും ചെയ്യാതെ റിസൾട്ട് വരാൻ നേരം ഇരുന്ന് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതെ പോയിരുന്ന് സമ്മറിലിരുന്ന് ചെയ്തിട്ട് അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. യു കാൺ റിപ്പീറ്റ് ദാറ്റ് അല്ലേ. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല. അതൊരു കോഴ്സ് ആയിക്കോട്ടെ, ജീവിതം ആയിക്കോട്ടെ. നിങ്ങളൊരു നല്ല പ്രായം നിങ്ങൾ വെറുതെ ഇരുന്ന് കളഞ്ഞ് വലിയ മണ്ടനാണെന്നും പറഞ്ഞ് ഇരുന്ന് പെട്ടെന്നൊരു ദിവസം നിങ്ങളത് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്കതിന് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണമെന്നില്ല. കിട്ടിയാൽ തന്നെ അതുപോലെ ആവണമെന്നും ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് ലേണിംഗ് ആൻഡ് ഇന്നബിലിറ്റി ടു റീടേക്ക് സർട്ടൻ ലെസൺസ് എന്നുള്ളതാണ് ആ ലാസ്റ്റ് 2 വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എത്ര വലിയ മണ്ടനായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ആ സ്റ്റാൻസ പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് സ്റ്റാൻസ. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, നോ 2 nights will teach the bliss us in precisely the same way, with precisely the same kisses. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. ഒരു ദിവസം എന്ത് ചെയ്യുന്നില്ല? തലേ ദിവസത്തെ കോപ്പി ചെയ്യുന്നില്ല അല്ലേ.
നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ജീവിതത്തിലായാലും തലേ ദിവസം നടന്ന കാര്യങ്ങൾ അതേപോലെ ഓക്കെ നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് വരികയാണ്, ഒരേ ടൈം ടേബിളാണ് ഇന്നലത്തെയും ഇന്നത്തെയും എന്ന് കരുതി ഒരേപോലെ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും ആ ദിവസം നടക്കുന്നത് അല്ലേ. ഒരേ സമയത്ത് സ്കൂളിൽ ബെല്ലടിക്കുന്നു, സ്കൂൾ വിടുന്നു എന്ന് കരുതി ആ സമയത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണോ, ഇന്നലത്തെ പോലെയാണോ? അല്ല. ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തിയുടെ സ്വഭാവത്തിലും എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. അതുകൊണ്ട് ഇന്നലത്തെ ഓർത്ത് വിഷമിക്കാതിരിക്കൂ, പുതിയ കാര്യങ്ങൾ ചെയ്യൂ. നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് ദിസ് വാട്ട് ബ്ലിസ് ഇസ് ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ. നിങ്ങൾക്കുണ്ടായ വലിയൊരു ആഘോഷം അല്ലെങ്കിൽ വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താവില്ല, ഒരു രാത്രിയിൽ കിട്ടിയ അതേപോലെ ആയിരിക്കില്ല അടുത്ത രാത്രിയിൽ കിട്ടുന്നുണ്ടാവുക. സെയിം കാര്യം ആയിക്കോട്ടെ, ആ സെയിം ബ്ലിസ് സെയിം ഹാപ്പിനെസ് നിങ്ങൾക്ക് എന്താവില്ല, റിപ്പീറ്റ് ചെയ്യില്ല. എത്ര സിമിലർ എക്സ്പീരിയൻസ് ആയാലും നിങ്ങൾക്കത് ഒരേപോലെ ആവില്ല. വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസ്സസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്ര വലിയ ഇൻറ്റിമസി എന്ന് പറയും, അതായത് വളരെ സ്നേഹം തോന്നുമ്പോഴാണ് നമ്മൾ ഒരാൾ എന്ത് ചെയ്യുന്നത്, ചുംബിക്കുന്നത് അല്ലേ, കിസ് ചെയ്യുന്നത്. അപ്പോൾ ആ കിസ് പോലും എന്താവില്ല, തലേ ദിവസത്തെ പോലെ സെയിം ആവണം എന്നില്ല. അല്ലെങ്കിൽ അത് തരുന്ന ഇമോഷൻ, നമുക്ക് ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെൻറ്റ് എല്ലാം തന്നെ എന്താവില്ല, ഒരേപോലെ ആകണമെന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും എന്താവില്ല, ഇന്ന് നടന്നാലും അത് ഇന്നലത്തെ പോലെ ആവില്ല. ഓക്കെ, നോ ഡേയ്സ് കോപ്പി യെസ്റ്റർഡേയ്സ്. അതാണ് ആ വരി. ആദ്യത്തെ വരിയിൽ തന്നെ എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ വരിയിലും അതിൻ്റെ ആദ്യത്തെ വരി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ മീനിങ് കിട്ടും. One day, perhaps one idle tongue mentions your name by accident, as I feel as if a rose were flung into the room and all hue and scent. എന്താണ് ഉദ്ദേശിക്കുന്നത്? One day, perhaps the idle tongue mentions your name by accident. എന്താണ്, അറിയാതെ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പേര് ഒരാൾ ഉച്ചരിക്കുകയാണെന്ന് കരുതുക നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്. ഓക്കെ, one day, perhaps some idle tongue mentions your name by accident. പെട്ടെന്ന് അറിയാണ്ട് നിങ്ങളുടെ പേര് വിളിക്കുകയാണ്. I feel as if rose were flung into the room, all hue and scent. പക്ഷെ എന്താണ്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ, വളരെയധികം ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷം ഉണ്ടാവും. നമ്മളെ ഒരാൾ, നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരു റോസാപ്പൂ തരുന്നത് പോലും നമുക്ക് എന്താണ് വളരെയധികം ഹാപ്പിനെസ് ആയിട്ട് തോന്നും. അതേസമയം നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുക. ദ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ ഐ ക്യാൻ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ക്ലോക്ക്. എ റോസ് വാട്ട് കുഡ് ദാറ്റ് ബി? ഇസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? എന്നാണ് അതേ കാര്യം. ഇന്ന് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളുടെ പേര് വിളിക്കുന്നു, നിങ്ങൾക്കൊരു റോസാപ്പൂ കൊണ്ടു തരുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുക. എന്ന് കരുതി നെക്സ്റ്റ് ഡേ അതേ കാര്യം നടന്നാൽ, യു ആർ ഹിയർ വിത്ത് മീ, നിങ്ങളെ വിളിച്ച ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഐ കാൺട്ട് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എന്താണ് ശരിക്കും ഇതെന്താണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും എന്ന് പറയാണ്. റോസോ, അതായത് ഇന്നലെ റോസ് നിങ്ങൾക്ക് വളരെ മനോഹരവും ഹാപ്പിനെസ്സും ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആ റോസിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ നിങ്ങൾ നോക്കിക്കാണുന്നു, റോസോ, എന്ത് റോസ്, അതെന്താണ്, അത് വെറും എന്താണ് ഫ്ലവറാണോ റോക്കാണോ എന്നുള്ള ഫീലിംഗ് വരും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്തല്ല, അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു കാര്യമല്ല, അത് ഒരു നിമിഷത്തേക്ക് മാത്രമാണ്. വീണ്ടും അത് പിറ്റേ ദിവസത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് അതേ ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾ തലേ ദിവസം കാണുകയാണ്, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, ആൾ തരുന്ന സമ്മാനങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുന്നു, ആ മൊമെൻറ്റ് വളരെയധികം എൻജോയ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ സെയിം പേഴ്സൺ നിങ്ങൾക്ക് അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ആ ഹാപ്പിനെസ്സും ആ ഒരു എന്താണ് എക്സൈറ്റ്മെൻറ്റും കാണിക്കണം എന്നില്ല. ഓക്കെ, തലേ ദിവസം കിട്ടുമ്പോൾ റോസ് എന്നാണെങ്കിൽ ഇന്ന് റോസാപ്പൂ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് സ്റ്റാൻസ 6. Why do we treat the fleeting day with so much needless fear and sorrow? In its nature not to stay, today is always gone tomorrow. Why do we treat the fleeting day with so much needless fear and sorrow? എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്ലീറ്റിംഗ് ഡേ എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്ന ദിവസങ്ങൾ, ഒഴുകിപ്പോകുന്ന ദിവസങ്ങൾ അല്ലേ, നമ്മുടെ ഓരോ മണിക്കൂറും കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്തെ നമ്മൾ എന്തിനാണ് ഇത്ര പേടിയോടും വിഷമത്തോടും കാണുന്നത്? ഓക്കെ, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ തലേദിവസം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം തലേദിവസം നടന്നു, അത് ഓർത്ത് നിങ്ങൾ ഇന്നും എന്താണ് പേടിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനെ ഹാപ്പി ആയിരിക്കുന്നത്? അത് കഴിഞ്ഞു പോയില്ലേ, അത് ഇനി റിപ്പീറ്റ് ചെയ്യാനില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും അത് ഓർത്ത് തലയിൽ വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്തുകൂടെ, അതിൻ്റെ ഒഴുക്കിനൊത്ത്, കാലത്തിൻ്റെ ഒഴുക്കിനൊത്ത് പൊക്കൂടെ എന്ന് ചോദിക്കുകയാണ്.
ആൻഡ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമാണ്, ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, അത് നെക്സ്റ്റ് ഡേയിലേക്ക് കോപ്പി ചെയ്യുന്നില്ല. സോ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എപ്പോഴോ കടന്നു പോയ നാളെയാണ് അല്ലേ. നമ്മൾ തലേ ദിവസമാണ് ഇന്നത്തെ ദിവസത്തെ നാളെ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പം നാളെ എന്ന് പറയുന്നത് എപ്പോഴോ കഴിഞ്ഞു പോയ ഒരു ടുഡേ ആണ്, അല്ലെങ്കിൽ ഇന്നത്തെ ടുഡേ എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞു പോയ ടുമോറോ ആണ് എന്ന് പറയാണ്. ഒരുപാട് അർത്ഥങ്ങൾ ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ്, ഇറ്റ് എംഫസൈസ് ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ലൈഫ്, എൻകറേജസ് അക്സെപ്റ്റൻസ് ഓഫ് ചേഞ്ച് അല്ലേ. ദിസ് ഷാൽ ടു പാസ് എന്ന് പറയും അല്ലേ, ഈ സമയം കടന്നു പോകും എന്നർത്ഥം തന്നെയാണ് ഈ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റൻ്റായി നിൽക്കുന്നില്ല, അവിടെ കാലാകാലങ്ങളായി നിൽക്കുന്നില്ല, അത് മാറിക്കൊണ്ടേ ഇരിക്കും. Last stanza, with smiles and kisses we prefer seek accord beneath our star, although we are different we conquer just as two drops of water. എന്താണ്, highlighting the importance of connection and unity despite of individual differences. It suggests finding harmony in shared experience like two drops of water coming together. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്, നമ്മൾ എല്ലാം എന്ത് ചെയ്യുന്നു, വ്യത്യസ്തരാണ്, നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ, നമ്മുടെ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. എന്നിരുന്നാലും എന്താണ്, നമ്മൾ ഒരുമിച്ചാണ് അല്ലേ, നമ്മളെല്ലാവരും ജീവിക്കുകയാണ് എന്നുള്ളൊരു സന്ദേശമാണ് ലാസ്റ്റ് തരുന്നത്. 2 ഡ്രോപ്പ് ഓഫ് വാട്ടർ അല്ലേ, വെള്ളത്തുള്ളികൾ വ്യത്യസ്തമാണെങ്കിലും അതെന്താണ്, അതിൻ്റേതായ ഒരു ധർമ്മമുണ്ട്, അല്ലെങ്കിൽ അതൊരു കാര്യം ചെയ്യുന്നുണ്ട്, എല്ലാം തന്നെ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഈ ഒരു കാര്യമാണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ട് ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ടേക്കാണ് പോകുന്നത്, പഴയ കാര്യങ്ങളൊന്നും തന്നെ റിപ്പീറ്റഡ് ആവുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ വിഷമത്തെ ഓർത്ത് നിങ്ങൾ ഇന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക അല്ലേ, പ്രസൻസ് എൻജോയ് ചെയ്യുക, ലിവ് ഇൻ ദ ഡേ അല്ലേ, അങ്ങനെയാ പറയാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ജീവിക്കുക, സീസ് ദ ഡേ. നിങ്ങൾ ഇന്നത്തെ കാർപ്പേഡിയം എന്നുള്ള ഒരു ഐഡിയ ആണത്. നിങ്ങൾ ഇന്ന് എന്തൊക്കെയുണ്ടോ നിങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്യുക. നാളത്തെ ഓർത്തോ ഇന്നലത്തെ ഓർത്തോ നമ്മൾ വിഷമിക്കരുത്, ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഓക്കെ, ഇതാണ് ഈ പോയത്തിൻ്റെ തീം. ഈ പോയ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.